ഹലോ ഗായ്സ്, നമ്മളിന്ന് എൻ്റെ വീട്ടിലേക്ക് പോവാട്ടാ. ദേ നമ്മുടെ ബാഗൊക്കെ ഫുൾ പാക്ക് ചെയ്തു. ദേ ചേട്ടൻ റെഡിയായി, ഞാനും റെഡിയായി. ഇനി നമ്മൾ ദേ ഇറങ്ങാൻ പോവാം. ഇപ്പം സമയം 6:15 6:15 പോകണം. ശരി, അപ്പം നമുക്ക് ഇറങ്ങുമ്പോൾ ബാക്കിയുള്ള വീഡിയോ എടുക്കാം. ഓക്കെ ഗൈസ്, നമ്മൾ ബാഗൊക്കെ ഇട്ടു. ദേ നമ്മൾ ഇറങ്ങാൻ പോവാട്ടാ. സോ ഗൈസ്, നമ്മളുടെ പുറത്തേക്ക് ഇറങ്ങിയിട്ടാ. ചേട്ടൻ്റെ വണ്ടി എടുക്കുന്നുണ്ട്, കാണിച്ചു തരാം. ഗൈസ്, നമ്മൾ വണ്ടിയിൽ കയറി വണ്ടി എടുത്തു. നമ്മൾ ഇതേ പൊയ്ക്കൊണ്ടിരിക്കാട്ടാ. അപ്പം നമ്മുടെ ജേർണി സ്റ്റാർട്ട്. ഇത് നമുക്ക് ടോള് കയറാണ്ട് ഇപ്പുറത്തേക്കൂടെ കയറാൻ പറ്റുന്ന ഒരു വഴിയാണ്. പുതുക്കാടിക്ക് കയറാൻ പറ്റുന്ന ഒരു വഴിയാട്ടോ. അപ്പോൾ ആ വഴി നമ്മൾ പോന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിലാണെങ്കിൽ നമുക്ക് ടോള് കയറണ്ട, അല്ലാണ്ട് നമുക്ക് പുതുക്കാട് ഹൈവേയിലേക്ക് എത്താം. ഗൈസ്, നമ്മളുടെ ഹൈവേയിലേക്ക് കയറിയിട്ടാണ്. നമ്മൾ പാലിയക്കര ടോള് കയറാണ്ടാണ് കേട്ടോ വന്നത്. അപ്പോൾ നമ്മൾ പുതുക്കാട് കയറി നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കാട്ടോ. എൻ്റെ വീട് എന്നിട്ട് കോട്ടയം ജില്ലയിലാണ്. അപ്പം അവിടേക്ക് ഹൈവേയിൽ ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ രാവിലെ ഇറങ്ങിയോണ്ട് തന്നെ നമുക്ക് അത്ര ബ്ലോക്കൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ വലിയ താമസം വരില്ല. സോ ദേ ഇപ്പം നമ്മൾ അങ്കമാലി എത്തി. അങ്കമാലി അങ്ങോട്ട് സാധാരണ അങ്കമാലി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ബ്ലോക്ക് ഉണ്ടാകുന്നതാണ്. ഇപ്രാവശ്യം നമ്മൾ രാവിലെ ഇറങ്ങിയോണ്ട് തന്നെ ബ്ലോക്ക് കുറവാണ്. ദേ നമ്മളിപ്പം ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലിൻ്റെ അടുത്തെത്തി. അതിലേക്ക് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഇവിടെ എന്നൊക്കെ പറഞ്ഞാൽ നല്ല ബ്ലോക്ക് ആയിരിക്കും കേട്ടോ. അപ്പം അങ്ങനെ ഈ ഹോസ്പിറ്റലൊക്കെ ഭയങ്കര ഫേമസ് ആട്ടാ. അപ്പം നമ്മളെല്ലാം ഇങ്ങനെ കണ്ട് കാഴ്ചകളൊക്കെ കണ്ട് പയ്യെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഗൈസ്, നമ്മൾ കാലടി പാലം കയറിക്കൊണ്ടിരിക്കും. സോ ഗൈസ്, നമ്മൾ പെരുമ്പാവൂർ എത്തിയിട്ടുണ്ട്. പെരുമ്പാവൂർ സെൻറ്ററിൽ എത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ പോകാണ്ട് ഇനിയൊരു ഏകദേശം 1 മണിക്കൂറാണ്. 1 മണിക്കൂർ അല്ലെങ്കിൽ 3/4 മണിക്കൂർ ആ ഒരു ടൈമിൽ നമ്മൾ വീട്ടിലേക്ക് എത്തും. ഇന്ന് പെരുമ്പാവൂരിൽ നിന്ന് വരുന്ന വഴിക്കുള്ള ഒരു പള്ളിയാട്ടാ. ആ പള്ളിയിൽ രൂപക്കൂട്ടിൽ മാതാവിൻ്റെ അവിടെ ഇങ്ങനെ പുല്ലിങ്ങനെ അവിടെ ഒരു ചെടിയുണ്ട്. ആ ചെടി ഇങ്ങനെ വളർന്നുകൊണ്ടേ ഇരിക്കും എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ വെട്ടിക്കളഞ്ഞാലും അത് പിന്നെയും വളർന്നുകൊണ്ടേ ഇരിക്കും. സോ ഗൈസ്, നമ്മളുടെ മൂവാറ്റുപുഴ എത്തിയിരിക്കും. മൂവാറ്റുപുഴ ഇനി ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ വേണ്ടി വരും നമ്മൾ വീട്ടിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. നമുക്ക് ഒത്തിരി തിരക്കൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ. രാവിലെ ഇറങ്ങിയോണ്ട് നമുക്കത്ര ബ്ലോക്കും ഒന്നും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ അത്യാവശ്യം നേരത്തെ എത്തും എന്നാണ് പ്രതീക്ഷ. സോ ദേ നമ്മളിപ്പം മൂവാറ്റുപുഴയിൽ നിന്ന് കയറി മാറിക റൂട്ട്. അവിടെ നിന്ന് നമ്മൾ ഈ ശബരിമലയ്ക്കൊക്കെ പോകുന്നൊരു മൂവാറ്റുപുഴയിൽ നിന്ന് ഏറ്റവും എളുപ്പത്തിൽ ശബരിമലയ്ക്ക് പോകുന്ന ഒരു റൂട്ടാട്ടോ. ശബരിമല സീസൺ ആകുമ്പോൾ നമുക്ക് ഈ റൂട്ടിലായിരിക്കും ഏറ്റവും കൂടുതൽ ആൾക്കാർ പോകുന്നത്. അപ്പോൾ ഇത് നമ്മൾ ആ റൂട്ടിലേക്ക് കയറിയേക്കാം. അങ്ങനെ നമ്മുടെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുന്നു. സോ ഗൈസ്, നമ്മൾ ഫൈനലി വീട്ടിലേക്ക് എത്താൻ പോകട്ടാ. വീട്ടിലേക്ക് എത്താൻ പോകുന്നല്ല, വീടെത്തി എന്നുവെച്ചാൽ ഇനി നമുക്ക് വണ്ടിയോടെ ഇട്ടിട്ട് മേളിലേക്ക് കയറി പോകണം. മേളിലേക്ക് കയറി പോകുമ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. സോ ഗൈസ്, നമ്മൾ എത്തിയിട്ടാ. ദേ ചേട്ടൻ ബാഗൊക്കെ തൂക്കിക്കൊണ്ട് പോകുന്നുണ്ട്.
വീട്ടിലിപ്പോൾ ആരുമില്ല. അമ്മ ജോലിക്ക് പോയിട്ടുണ്ട്, അച്ഛനും ചേട്ടായും ജോലിക്ക് പോയിക്കാണ്. സോ ദേ നമ്മൾ ഇങ്ങനെ വീട്ടിലേക്ക് കയറാൻ വേണ്ടിയിട്ട് പോവാട്ടോ. ഞാൻ ആ ബാഗ് എടുത്ത പൊങ്ങൂല കേട്ടോ, അതുകൊണ്ടാട്ടോ ഞാൻ ആ ബാഗ് അങ്ങോട്ട് കൊടുത്ത്. പിന്നെ ദേ ഇതൊക്കെയാണ് നമ്മുടെ സ്ഥലം. അപ്പോൾ പോണ വഴി ബാക്കി കാണിച്ചു. എന്തായാലും ഇങ്ങനെയും ചോദിക്കരുത്. നമുക്ക് ഇതാണ് നമുക്കുള്ള വഴി, വേറെ വഴി നമുക്ക് ഇല്ല. ഇതാണ് നമ്മുടെ വഴി. ഓക്കെ, അപ്പോൾ ഇതിലാണ് നമ്മൾ കയറി പോവുക. കണ്ട ഒരു സ്ഥലമൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എന്താ പറയുക, ടൗണും അല്ല എന്നാൽ ഗ്രാമമല്ല, അങ്ങനത്തെ ഒരു രീതിയിലാണ് നമ്മുടെ സ്ഥലം. സോ ഇതാണ് എൻ്റെ സ്വന്തം വീട്. അങ്ങനെ നമ്മൾ ഫൈനലി വീട്ടിലെത്തിയിട്ടുണ്ട്. സോ വീട്ടിലെത്തിയിട്ടുണ്ട് ഞാൻ. സോ ഗൈസ്, നമ്മളുടെ രണ്ടുപേരും വീട്ടിലെത്തി, ലാൻഡ് ചെയ്തു. നമ്മൾ ഫുഡ് കഴിക്കണം, എല്ലാം ചെയ്തിട്ട് കുറച്ച് നേരം റെസ്റ്റ് എടുക്കണം. സോ അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബായ്.